പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിന് കരുത്തും പ്രവർത്തകർക്ക് ആവേശവും പകർന്നു നൽകുന്ന കെ മുരളീധരൻ കൃത്യമായ നിലപാടുകൾ പാർട്ടിക്കകത്തും പുറത്തും തുറന്നു പറഞ്ഞ് ജനകീയനായ നേതാവ് കെ മുരളീധരൻ ഇന്ന് റിയൽ ടോക്സിൽ നമ്മോടൊപ്പം ചേരുന്നു. വെൽക്കം സാർ. വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണ് എങ്കിൽ പോലും നിലവിൽ ഒരുപാട് രാഷ്ട്രീയമായ ചർച്ചകളും ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് വളരെ പ്രസക്തമായ ഒരു ഇന്റർവ്യൂ. നമുക്കറിയാം, ഇന്ന് വളരെ പ്രധാനപ്പെട്ടത് ലഹരിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിയിൽ ഒരു 23 വയസ്സുകാരൻ സ്വന്തം അമ്മയെ 7 കഷ്ണങ്ങളായിട്ടാണ് വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഈങ്ങാപ്പുഴയിലും ഒരാൾ തൻ്റെ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തി. തിരുവനന്തപുരത്ത് അതുപോലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ. എന്നാൽ സർക്കാരിൻ്റെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ അത് ഒരർത്ഥത്തിൽ ഒരു പ്രഹസനമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ബീവറേജുകൾക്കും മദ്യശാലകൾക്കും കൃത്യമായി അനുമതി നൽകുന്നു, തുറന്നു നൽകുന്നു, എന്നാൽ അതേസമയം ക്യാമ്പയിൻ നടത്തുന്നു. ഇതൊരു ഫലവത്തായ രീതിയാണോ? അതായത് ഈ ഇന്നത്തെ ഒരു പ്രധാന വിഷയം മയക്കുമരുന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് രാസലഹരി. അതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറ അവരെല്ലാം വഴിതെറ്റി പോവാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചാൽ പിന്നീട് വരുന്ന സർക്കാരിനത് തിരുത്താം. പക്ഷേ ഒരിക്കലും ഒരു ലഹരിക്ക് അടിമപ്പെടുന്ന ഒരാൾ ഒരിക്കലും തിരിച്ചു വരില്ല. തീർച്ചയായും വളരെ റയറായിട്ട് തിരിച്ചു വരുള്ളൂ. ഇന്ന് കാണുന്ന പ്രവണത എന്ന് പറയുന്നത് ഈ മുട്ടായി കൊടുക്കുമ്പോൾ അതിൽ വീര്യം ചേർത്ത് കൊടുക്കുക, ചോക്ലേറ്റിൽ ചേർത്ത് കൊടുക്കുക, ലഹരി ചേർത്ത് കൊടുക്കുക, പിന്നെ ഇതിങ്ങനെ ചുണ്ടത്ത് വെച്ച് അതിന് ഒരുപാട് ഈ മാഫിയ കേരളത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. ഇവിടെ സർക്കാരിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം ഇത് നിയന്ത്രിക്കേണ്ടതാരാ? എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ശരിയാണ്. നമ്മളൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് മാത്രം പ്രശ്നം തീരുമോ? ഞാൻ പറയാം, നമ്മളിപ്പോൾ പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നുണ്ട്. ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്ന ആൾക്കാർ ചിലപ്പോൾ സ്ഥിരം മദ്യപാന്മാരായിരിക്കും. അവരിങ്ങനെ ക്യാമ്പയിൻ കാണുമ്പോൾ അവർ വരും, വന്ന് പ്രതിജ്ഞ എടുക്കും, നേരെ ഷാപ്പിലേക്ക് പോകും. അപ്പോൾ അതല്ല ഇവിടെ ആവശ്യം. ഗവൺമെൻറ് എക്സൈസ് വകുപ്പും പോലീസിൻ്റെയും ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ശക്തമായ നടപടികളിലൂടെ ഇത് നിയന്ത്രിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളൊരു ക്യാമ്പയിൻ നടത്തിയത് കൊണ്ടോ ഒരു പ്രതിജ്ഞ ചൊല്ലിയത് കൊണ്ടോ കാര്യം തീരില്ല. ഇത് വളരെ ശക്തമല്ല റാക്കറ്റായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലത്തെ സർക്കാരിൻ്റെ ഈ രംഗത്തുള്ള പിടിപ്പുകേടാണ് ഇതിൻ്റെ കാരണം. ഞാൻ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിൻ്റെ കാരണം ഇതിന് ഗവൺമെൻറ് ഉത്തരവാദിത്തമില്ലേ? കാരണം പത്രം തുറക്കുമ്പോൾ ഭയാവുകയാണ്, TV കാണുമ്പോൾ ഭയാവുകയാണ്. ഇപ്പോൾ ആ വെഞ്ഞാറമൂട് കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ പിഞ്ചു മുഖങ്ങളെ ഇങ്ങനെ കൊല്ലുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവുക. പറയുമ്പോൾ അവർ നമ്മുടെ ബന്ധുക്കളല്ല, പക്ഷെ നമ്മുടെ സ്വന്തക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. അമ്മമാർക്ക് ധൈര്യത്തോടെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോവാണ്. ഞാൻ വെഞ്ഞാറമൂട് സംഭവം വളരെയധികം 9 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ സ്വന്തം അനിയനെ എന്തൊരു മൃഗീയമായിട്ടാണ് കൊന്നത്. നമുക്കൊന്നും പല വീടുകളിലും ഞാനിപ്പോൾ പോകാറില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇത് കാണാൻ വയ്യ. അത്രയ്ക്ക് ദയനീയ രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ആരാ ചെയ്യുന്നത്? മറ്റുള്ളവരല്ല. ഇപ്പം ഞാൻ പറയും, ചില മനുഷ്യൻ മൃഗത്തിനെ പോലെയാണ്. അത് തെറ്റാണ്. കാരണം മൃഗങ്ങളിൽ പോലും സ്നേഹമുണ്ട് സ്വന്തം മക്കളോട്. ഇപ്പം ഞാൻ പറയും, ഒരു കോഴി മുട്ട വിരിഞ്ഞു, കോഴി കുഞ്ഞുങ്ങളായി. ആ ഒരു കുഞ്ഞിനെ നമ്മളൊന്ന് എടുക്കാൻ ചെന്ന് നോക്കൂ, താളക്കോഴി നമ്മളെ കൊത്തി ഓടിക്കും. അപ്പോൾ ആ സ്നേഹം പോലും ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടു. സഹോദരൻ സഹോദരിയെ കൊല്ലുക, അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ കൊല്ലുക, ഭാര്യമാർ സ്വന്തം എന്താ പറയേണ്ട അമ്മായിയപ്പനെ കൊല്ലുക. ഈ അവസ്ഥയിലേക്ക് കേരളം എത്തി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് വല്ലാതെ വ്യാപിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോഴേക്കും കുറേ കൈവിട്ട് പോയില്ലേ? ഞാൻ പറയുന്നത്, ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ആകെ ഭയപ്പെടുത്തുകയാണ്. നമുക്ക് അനങ്ങാൻ പേടിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. കാരണം ചുറ്റുപാടി റാക്കറ്റാണ്. അപ്പോൾ ഇതിനൊക്കെ നേരിടാൻ സർക്കാർ ശക്തമായ പ്രവർത്തനം നടത്തുന്നു. ഞാൻ പറഞ്ഞു, ഒരാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, അയാളെ രാഷ്ട്രീയ പാർട്ടിയല്ല നോക്കേണ്ടത്. അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ശിക്ഷിക്കണം. ശക്തമാണ്. കഴിഞ്ഞ ദിവസം SF യൂണിറ്റ് പ്രസിഡന്റിനെ ഈ കഞ്ചാവ് എടുത്ത് പിടിച്ചു. അപ്പോൾ പിന്നെ KSCക്കാരങ്ങനെ, ഇത് KSC SFI അല്ല, ആരെ കയ്യിൽ നിന്നാണോ കഞ്ചാവ് പിടിച്ച് അവരെ പിടിച്ചകത്താക്കണം.
പിന്നെ ഈ കച്ചവടം നടത്താൻ മാതൃകാപരമായ ശിക്ഷയുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, സമയം വളരെ വളരെ വൈകുന്നത് അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട് കുറേ. പക്ഷേ അതിനി തടഞ്ഞു നിർത്തണമെങ്കിൽ അതിശക്തമായി മുഖം നോക്കാതെ നടപടി ശക്തമായി സ്വീകരിച്ചാൽ അതിനെ എല്ലാവരും പിന്തുണയ്ക്കും. ഏത് പാർട്ടിയും പിന്തുണയ്ക്കുകയാണ്. കാരണം ഇത് നമുക്കൊക്കെ നാളെ ബാധിക്കുന്നതാണ്, നമ്മുടെ തലമുറയെ ബാധിക്കുകയാണ്. ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആ വീഴ്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ ഈ അടുത്തുണ്ടായ 2-3 നിലപാടുകളും എഴുത്തുകളും വലിയ രീതിയിൽ ദേശീയ കോൺഗ്രസിനെയും അതുപോലെ കേരള രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഈ വിവാദങ്ങൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികളിലേക്കല്ലേ കോൺഗ്രസിനെ? അതിലെ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റാണ്, മറ്റ് സാധാരണ പാർട്ടിക്കാരുടെ പോലെ അങ്ങനെ വന്ന ആളല്ല. അയാൾ വിദേശത്തൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് പരിജ്ഞാനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പാർട്ടിയുടെ ജനപ്രതിനിധിയാണ്. ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വോട്ട് പലർക്കും കിട്ടും, ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കില്ലല്ലോ. ആ വ്യക്തിയുടെ കഴിവ് ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണല്ലോ വ്യക്തി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ശശി തരൂരിന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അത് അദ്ദേഹം പാർട്ടിയുടെ ഒരു പ്രമുഖ വക്താവ്, അദ്ദേഹം പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ ജനപ്രതിനിധിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറയുന്നതിന് പാർട്ടിയുടെ നിയന്ത്രണങ്ങൾ അദ്ദേഹം പാലിക്കേണ്ടതാണ്. പാർട്ടിയുടെ ലക്ഷ്മണരേഖ മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്മണരേഖയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയാം. പക്ഷേ ഇത് ലക്ഷ്മണരേഖ ലംഘിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് നമ്മൾ വടി കൊടുക്കുക. ഇപ്പോൾ അദ്ദേഹം ഇന്നലെ റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ നിലപാടിനെ കുറിച്ച് അദ്ദേഹം ഒരു പക്ഷേ പറഞ്ഞു കാണാൻ 2 രാഷ്ട്രത്തലവന്മാരും ഇയാൾ ബന്ധം പുലർത്തിയപ്പോൾ 2 കളത്തിലും ചവിട്ടുന്നവനാണ് എന്നാണ് പറഞ്ഞതിൻ്റെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അവിടെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിനേക്കാൾ ഇന്ന് വളരെയധികം സമൂഹം ദുഃഖത്തോടുകൂടെ കാണുന്നത് ഗാസയിലെ ഇസ്രായേലിൻ്റെ ആക്രമണം. ഇപ്പോൾ ആദ്യം ഇസ്രായേൽ ആക്രമിച്ചതിന് പറഞ്ഞ് ഹമാസ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആക്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചാക്രമിച്ചതാണ്. ഇപ്പോൾ ആരും ആക്രമിച്ചിട്ടില്ല. വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സമയത്താണ് ട്രംപിന്റെ വാക്ക് കേട്ട് നെതന്യാഹു കയറി ഗാസയിൽ ഈ ആക്രമണം നടത്തുന്നത്. 100 കണക്കിന് കുട്ടികൾ ഇപ്പൊ തന്നെ മരണപ്പെട്ടു. അപ്പൊ അവിടെ ഒരു കാഴ്ചക്കാരുടെ റോളാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. എന്തുകൊണ്ട് തരൂർ ഇന്റർനാഷണൽ ഇഷ്യൂ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ വിട്ടുപോയി? ഞാൻ പറയുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധത്തിനേക്കാൾ ഇന്ന് ഏറ്റവും അധികം ദയനീയമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഗാസയിൽ നിന്നാണ്. അപ്പോൾ ഈ പരിശുദ്ധ നോമ്പ് കാലത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്, ശിശു ഹത്യ നടക്കുകയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയണ്ടേ? അതിൽ ഇന്ത്യ ഗവൺമെൻറ് അനുവർത്തിച്ചിട്ടുള്ള നയം അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിന് വേണ്ടേ? ഇവിടെ 2 ഭാഗത്തിനെയും യോജിപ്പിച്ചു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് എന്താ? ഒരു വിഷയത്തിൽ എടുത്തിട്ടുള്ള സമീപനം മറ്റേ വിഷയങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതും തെറ്റാണ്. തീർച്ചയായും. കാരണം ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്പർ 1 ഗാസ ഇഷ്യൂ ആണ്. മറ്റേത് മുമ്പ് ഒരു രാജ്യമായിരുന്നവർ ഇന്ന് 2ആയപ്പോൾ നടക്കുന്ന സംഘർഷമാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ LDF അതിൻ്റെ 2ാം ഘട്ടം പൂർത്തിയാക്കാൻ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ 3ാം തവണ വീണ്ടും അധികാരത്തിൽ വരുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗിനെ കൂടെ നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിലും വിജയിക്കാമെന്ന, മലബാറിൽ കൃത്യമായ സീറ്റുകൾ നേടി അധികാരത്തിൽ വരാമെന്നും CPI-നെ അടർത്തി മാറ്റിയിട്ടാണെങ്കിലും ലീഗിനെ കൂടെ നിർത്താമെന്നുള്ള ചില ചർച്ചകൾ ഞങ്ങൾ പറയാം. UDF-നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഘടകകക്ഷികളുമായിട്ടും ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ഇവിടെ ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് UDF-ൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല. എന്നാൽ UDF-ൻ്റെ അകത്ത് തന്നെ നിൽക്കാനുള്ള കാരണങ്ങൾ പലതുണ്ട്. അത് തന്നെ ഇതിനുള്ള ഉത്തരമാണ്. CPM-ൻ്റെ ഈ ചോദ്യത്തിന് ലീഗിനെ പ്രീണിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ മറുപടിയാണ് ഒറ്റ വാക്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൽ കൂടുതൽ ഞങ്ങൾക്ക്
വേറൊരു ഗ്യാരണ്ടിയുടെ ആവശ്യമില്ല. അത് പറയുമ്പോൾ കേരള കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ കേരള കോൺഗ്രസ് അതൃപ്തരായിട്ടാണ് LDF തുടരുന്നത്. അതിൽ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. UDF കേരള കോൺഗ്രസ് ഞങ്ങൾ ആദ്യം തന്നെ അവർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ വരണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കണം. അപ്പം നമുക്കാരും ബലമായിട്ട് പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ മുന്നണി വിപുലീകരണ കാര്യത്തിൽ അങ്ങനെ വിപുലീകരണം നടക്കുകയാണെങ്കിൽ അത് ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അന്ന് നിൽക്കാതെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? അതായത് UDF വിപുലീകരണം പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കൺക്ലൂഷൻസിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അത് വരുമ്പോൾ അവരും കൂടെ ചിന്തിക്കണം. ഇപ്പം ഞാൻ പറയാം, കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് പറയുന്നവർ അവർക്ക് LDF കൂടെ പോയിട്ട് എന്ത് നേട്ടം ഉണ്ടായിട്ടുണ്ട്? ആകെ 5 സീറ്റ് കിട്ടി. അത് അന്നത്തെ സാഹചര്യത്തിൽ. ഇനി വന്നാൽ അത് കിട്ടണമെന്നില്ല. കയ്യിലുണ്ടായിരുന്ന ലോക്സഭ നഷ്ടപ്പെട്ടില്ലേ? തീർച്ചയായും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ രാജ്യസഭ കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ലോക്സഭ നഷ്ടപ്പെട്ടപ്പോഴാണ് രാജ്യസഭ കിട്ടിയത്. ഫലത്തിൽ നഷ്ടമാണ്. കാരണം ഇപ്പോൾ ഒരു പാർട്ടി അംഗീകാരം കഴിഞ്ഞ തവണ ഈ മാണി കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ചിഹ്നം അവർക്ക് തന്നെ കിട്ടാൻ കാരണം, ജോസഫ് പിളർന്നിട്ടും കിട്ടാൻ കാരണം അവരുടെ MP അവരുടെ കൂടെയായിരുന്നു. ലോക്സഭ അവിടെ രാജ്യസഭ നോക്കില്ല, ലോക്സഭയാണ് നോക്കുക. ആ കണക്കനുസരിച്ച് MP അവർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് അന്ന് ഈ 2 ചിഹ്നം ഇവർക്ക് കൊടുത്തത്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് ചർച്ചകൾ സജീവമാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും എല്ലാ പാർട്ടികളും ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിൽ പുകയുന്നത് പ്രതിപക്ഷ നേതാവും KPCC അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പോഴില്ല. ഇതൊക്കെ CPMന്റെ PR വർക്കിൻ്റെ ഭാഗമാണ്. മൂന്നാമത് അധികാരത്തിൽ വരും. ഇങ്ങനെ പറഞ്ഞിരുന്നാൽ വരുമോ എന്നൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ്. രണ്ടാമത്തെ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു തർക്കം ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു തർക്കത്തിനുള്ള അടിസ്ഥാനവുമില്ല. ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നേതാക്കന്മാരെ മുൻനിർത്തി ഇലക്ഷന് മത്സരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായി ഞാൻ പറയാം. 82-ൽ അതുപോലെ തന്നെ 91-ൽ 2 തെരഞ്ഞെടുപ്പുകളിലും എല്ലാവർക്കും അറിയാമായിരുന്നു UDF ഭൂരിപക്ഷം കിട്ടിയാൽ കരുണാകരൻ മുഖ്യമന്ത്രി. പക്ഷേ അന്ന് പാർട്ടി അത് പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. 96-ലും 2001-ൽ എല്ലാവർക്കും അറിയായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞാൽ AK ആന്റണി മുഖ്യമന്ത്രി. പക്ഷെ പറഞ്ഞില്ല. 2011-ൽ മാത്രമാണ് KPC പ്രസിഡന്റ് മുഖ്യമന്ത്രിയാവുമോ പ്രതിപക്ഷ നേതാവോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായത്. പക്ഷേ അപ്പോഴും പേര് പറഞ്ഞിട്ടില്ല. ഒരാളെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള സാധാരണ രീതിയിൽ പ്രചരണം ഞങ്ങൾ നടത്താറില്ല, കേരളത്തിൽ നടത്തിയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ആരാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ പക്ഷേ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്, ഇപ്പോൾ പഴയ മുൻ മുഖ്യമന്ത്രിമാർ ആരും ജീവിച്ചിരിപ്പില്ല. ഉണ്ട്, ശിവൻ ആൻ്റണി അധികം ഫീൽഡിലില്ല. അതുകൊണ്ട് ആരാവും മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് തന്നെ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ച ഞങ്ങളാരും നടത്തുന്നതല്ല, ഞങ്ങൾക്ക് നടത്തേണ്ട ആവശ്യമില്ല. 3 മുഖ്യമന്ത്രിമാർ കോൺഗ്രസിനായി എന്നാണ്. അതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രചരണങ്ങളാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഭൂരിപക്ഷം കിട്ടിയാൽ MLA-മാരുടെ യോഗം ചേർന്ന് അവരുടെ മനസ്സുകൂടെ അറിഞ്ഞതിന് ശേഷം ഘടകകക്ഷികളുടെ കാര്യങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. കാരണം കേരളം മറ്റ് സ്റ്റേറ്റ് പോലെയല്ല, ഇവിടെ ഏകകക്ഷി ഭരണമല്ല, മുന്നണി ഭരണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ഇന്ന ആളെ തിരഞ്ഞെടുക്കാനാണ് ഞങ്ങളുടെ ഇടയിലുള്ള ധാരണ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികളോട് ചോദിക്കും. അവരും കൂടെ പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 3 തവണ മത്സരിച്ച ആളുകൾക്ക് സീറ്റില്ല, അതുപോലെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണം എന്ന രീതിയിലുള്ള താഴെ തട്ടിലുള്ള ചില ഇടപെടലുകളും പ്രവർത്തനങ്ങളൊക്കെ ലീഗ് ആരംഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കോൺഗ്രസിൽ ഒരു യുവാക്കൾക്ക് പ്രാതിനിധ്യം കൂടുതൽ നൽകി. യുവാക്കൾക്ക് പ്രാതിനിധ്യം ഞങ്ങൾ എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, X എന്നൊരാൾ സിറ്റിംഗ് മെമ്പറാണ്. അയാളെ മാറ്റിയിട്ട് പുതിയ ആൾ വരുമ്പോൾ അയാളുടെ സ്വീകാര്യത കൊടുക്കണം, വിജയസാധ്യത. ഞാൻ പറയാം, 970-ൽ നിയമസഭ ഇലക്ഷനിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് യുവാക്കൾക്കൊരു തള്ളിക്കയറ്റുണ്ടായ ഇലക്ഷനായിരുന്നു 970. 3 മുൻ മുഖ്യമന്ത്രിമാർ, കേരളത്തിലെ 2 മുൻ മുഖ്യമന്ത്രിമാർ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആദ്യമായിട്ട് നിയമസഭയിലെത്തിയത് 70-ലാണ്.
കാരണം അന്ന് ചെറുപ്പക്കാർക്ക് 2 പാർട്ടിയും വലിയ പ്രാധാന്യം കൊടുത്തു 70-ൽ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എ കെ ആന്റണി മത്സരിച്ച എവിടെ അറിയോ? 60% CPM-ന് മുൻതൂക്കമുണ്ടായിരുന്ന ചേർത്തലയാണ്. അദ്ദേഹം ജയിക്കുന്നത് 365 വോട്ടിന്. ഉമ്മൻചാണ്ടി ആദ്യമായിട്ട് മത്സരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിൽ CPM-ന് മുൻതൂക്കമുണ്ടായിരുന്ന പുതുപ്പള്ളിയിലാണ്. ശക്തമായ ത്രികോണ മത്സരം. അവിടെയാണ് ഉമ്മൻചാണ്ടി 1000-ൽ താഴെ വോട്ടിന് അന്ന് ജയിക്കുന്നത്. ഇവർ 2 പേരും അവരുടെ കഴിവുകൊണ്ട് പൊരുതി നേടിയെടുത്ത സീറ്റാണ്. അതേസമയത്ത് കഴിഞ്ഞ നിയമസഭയിൽ 2021-ൽ ഞങ്ങൾ 50ഓളം പുതിയ ആൾക്കാർക്ക് കൊടുത്തു. അതിൽ 49 പേരും തോറ്റു. അപ്പം അതിൻ്റെ അർത്ഥം കൊടുത്ത പലരും ആ നിയോജകമണ്ഡലമായിട്ടോ മറ്റോ ബന്ധമുള്ളവരായിരുന്നില്ല. നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞങ്ങൾ ചില സീറ്റുകളുണ്ട് പാർട്ടിക്ക്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സീറ്റ് ഹരിപ്പാട്, PD സതീശൻ്റെ സീറ്റ് പിറവം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കോട്ടയം. ഇതൊന്നും UDF-ൻ്റെ സുരക്ഷിത മണ്ഡലങ്ങളല്ല. ഇവരല്ലാതെ മറ്റൊരാൾ മത്സരിച്ചാൽ അവിടെ സാധ്യതയില്ല. ഇപ്പം ഞാൻ വട്ടിയൂർക്കാവുന്ന 2 തവണ ജയിച്ചു. ഞാൻ പോയതിനു ശേഷം അവിടെ 2 തവണയും കോൺഗ്രസ് ജയിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്ത് പോയി. എന്താ കാരണം? പകരം വന്ന സംവിധാനങ്ങൾ അത്രയധികം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ചില നിയോജക മണ്ഡലങ്ങളിൽ പഴമക്കാരാണെങ്കിലും സീനിയേഴ്സിന് അവിടെ പ്രാധാന്യമുണ്ട്. നേരെ മറിച്ച് കോൺഗ്രസ്സിന് നല്ല വിജയസാധ്യതയുള്ള സീറ്റിലാണെങ്കിൽ ആരും നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ 3 തവണ എന്നുള്ള നിബന്ധന എല്ലാവർക്കും ബാധകമാക്കരുത്. ചില സീറ്റുകളിൽ ചില വ്യക്തികൾ നിന്നാലാണ് വിജയിക്കുക എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില സീറ്റിൽ പുതുമുഖങ്ങളെ നിർത്തിയാൽ വിജയസാധ്യത ഉണ്ടെങ്കിൽ അവിടെ അത് പരീക്ഷിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഞങ്ങൾ ഇത്തവണ നോക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം രാജ്യത്താകെ വലിയ വേദനിപ്പിക്കുന്ന ദുരന്തമായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിച്ചു. വലിയ പാക്കേജുകളൊക്കെ അവിടെ പ്രഖ്യാപിച്ചു. കേരളത്തിലും ആ രീതിയിലുള്ള വലിയ ചർച്ചകൾ നടന്നു. പക്ഷേ 7 മാസം പിന്നിട്ടിട്ടും ആ ജനത ഇന്നും ദുരന്തത്തിൻ്റെ വക്താവ് തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്രത്തിൻ്റെ ആകെ കിട്ടിയൊരു സഹായം ഒരു പലിശരഹിത വായ്പയാണ്. 50 കൊല്ലത്തേക്ക് 50 കൊല്ലം കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ട 525 കോടി 50 ലക്ഷത്തിൻ്റെ ഒരു പലിശരഹിത വായ്പയാണ് അനുവദിച്ചിട്ടുള്ളത്. 50 കൊല്ലത്തിനുള്ളിൽ അത് പലിശയില്ലാതെ മുതൽ തിരിച്ചടയ്ക്കുക. പക്ഷേ അതിൻ്റെ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മാർച്ച് 31-ാം തീയതി കൊടുക്കണമെന്ന് പറയാം. എങ്ങനെ നഷ്ടപ്പെട്ടൊക്കെ മാർച്ച് 30-ാം തീയതിക്കുള്ളിൽ ഒരു 10,000-15,000 വീട് പണിയാൻ പറ്റൂ? അപ്പം അനുവദിച്ചത് തന്നെ പോരാ. അതിൻ്റെ കൂടെ അത് സത്യത്തിൽ അവരുടെ സഹായം എന്ന് പറഞ്ഞാൽ ഇത് സഹായമല്ല. തീർച്ചയായും പലിശരഹിത വായ്പ സഹായമല്ല. അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഒറ്റ വ്യത്യാസമുള്ളൂ, പലിശയില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ മുതൽ തിരിച്ചടയ്ക്കണം. 50 കൊല്ലമുണ്ട്, ശരിയാ, സംഭവിച്ചു. പക്ഷേ ഒരു കേന്ദ്രത്തിൻ്റെ സഹായമാണെങ്കിൽ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടായ വലിയൊരു മിസ്റ്റേക്ക് അതാണ്. മറ്റൊന്നും തന്നില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു ഫോട്ടോഷൂട്ടായിട്ട് മാറിയത് ആ സന്ദർശനം. 2, കേരള ഗവൺമെൻറ്റിന് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, ഭൂമി ഏറ്റെടുത്തോളാൻ തടസ്സമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഏറ്റെടുക്കുന്നതിലുള്ള തടസ്സം? എന്താ കാര്യം? 2, ടൗൺഷിപ്പ് പണിയുന്നു. ശരി, എന്ന രീതിക്ക് ടൗൺഷിപ്പ് കാണിച്ചു കൊടുക്കുക. അവിടെ വീട് പണിയാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒന്നുകിൽ അവരെ ക്യാഷ് കളക്ട് ചെയ്ത് ഗവൺമെൻറ് പണിയാം. ഈ ഓഫർ ചെയ്ത സന്നദ്ധ സംഘടനകളെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുക എന്ന ഒരു മീഡിയേറ്ററിന്റെ ചുമതലയെങ്കിലും കൃത്യമായി സർക്കാർ നടക്കുന്നില്ല. ഒരു ഫലത്തിൽ പിന്നെ എത്ര ലക്ഷം വേണ്ടി ഒരു വീടിന്? സ്വാഭാവികമായിട്ട് സാധാരണ നമ്മളൊരു പ്രദേശത്ത് വയ്ക്കുമ്പോൾ ഒരു 10 ലക്ഷത്തോളം, 10 ലക്ഷം ഉണ്ടെങ്കിൽ മെച്ചപ്പെട്ട ഒരു 2 ബെഡ്റൂം വീട് വയ്ക്കാം. ഞാൻ തന്നെ പല വീടുകളും ഇങ്ങനെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് കണക്കറിയാം. ഇപ്പോൾ വയനാട്ടിലൊക്കെ ആണെങ്കിൽ പരമാവധി ഒരു 15 ലക്ഷത്തോളം വരും. കാരണം ഈ പ്രദേശത്തിൻ്റെ ഒരു നമ്മൾ മണ്ണിട്ട് നികത്തി പൊക്കി കൊണ്ടുവരണം. ഒരു 15 ലക്ഷത്തോളം വരും. ഇവരാദ്യം പറഞ്ഞു 30 ലക്ഷത്തിൻ്റെ വീട് എന്ന് പറഞ്ഞു. എപ്പോഴത്തന്നെ പലരും പിന്മാറി. ഇപ്പോഴാണ് 10 ലക്ഷം കൂടെ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 ലക്ഷം. അപ്പോൾ ഇതൊന്നും ഒരു വ്യക്തമായിട്ടുള്ള കാൽക്കുലേഷൻ നടത്തുന്നില്ല.
ഓഫർ ചെയ്ത സന്നദ്ധ സംഘടനകളെ വിളിച്ചിട്ട് ഒരു വീടിന് ഞങ്ങൾ ഇത്ര എസ്റ്റിമേറ്റ് കണക്കാക്കുന്നു, നിങ്ങളുടെ എസ്റ്റിമേറ്റ് എന്താ, അങ്ങനെ ഡിസ്കഷൻ നടത്തണ്ടേ? അത് ഉദ്യോഗസ്ഥ ലെവലിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ടോട്ടൽ കൺഫ്യൂഷനായി. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞത് എന്താ, ഗവൺമെൻറ്റിൻ്റെ പല പ്രോജക്റ്റുകളും ഉദ്ദേശിച്ച പോലെ നീങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെ കുറ്റക്കാരാ? സർക്കാർ തന്നെയല്ലേ? സർക്കാർ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ വയനാട്ടിൽ ഓഫർ ചെയ്ത സംഘടനകളുടെ ഈ എണ്ണം പരിശോധിച്ചാൽ, അവരുടെ അവർ വാഗ്ദാനം ചെയ്ത വീടിൻ്റെ എണ്ണം പരിശോധിച്ചാൽ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി വീടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ പോലും അർഹരായ പലരും പട്ടികയിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരിനും കാര്യമായിട്ടുള്ള ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഈ ഒരു നീണ്ട കാലം കേരളത്തിലെ ഗവർണറുമായി ഭരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലായിരുന്നു. യഥാർത്ഥത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഗവർണർ മടങ്ങുന്നത് വരെയും അദ്ദേഹവുമായി പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഗവർണറുമായി ഐക്യപ്പെട്ട് മുന്നോട്ട് പോവാമെന്ന നിലപാടാണ് LDF സർക്കാരിന്. അതായത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിട്ട് വന്നപ്പോൾ അദ്ദേഹം മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ അതിന് മുമ്പ് സോഷ്യലിസ്റ്റുകാരനായിരുന്നു, പിന്നെ BSPയിൽ പോയി, അങ്ങനെ അവസാനമാണ് BJPയിൽ എത്തുന്നത്. അദ്ദേഹം കേന്ദ്രത്തിൽ സൂചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് ഒഴിച്ചാൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു അജണ്ടയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് ഇപ്പോഴത് അങ്ങനെയല്ല. രാജേന്ദ്ര അലേക്കർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവർണർ ഒരു പക്ക RSSകാരനാണ്. RSSലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേന്ദ്രത്തിലെ BJPയുടെ മനസ്സിലെന്താണോ അത് പ്രാവർത്തികമാക്കുന്ന ജോലിയാണ് അദ്ദേഹം ഇവിടെ നിർവഹിക്കുന്നത്. അതിലിപ്പോൾ കേന്ദ്ര BJP നേതാക്കളുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഇത്തവണ കൂടെ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസിൽ നിന്ന് വലിയൊരു ഒഴുക്ക് BJPയിലേക്ക് കേരളത്തിലുണ്ടാകും. സ്വാഭാവികമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെ സംഭവം കേരളത്തിലുണ്ടാകും. അതോടെ കോൺഗ്രസ് ഇല്ലാതാവുകയും ആ ബേസിൽ കയറി വരാമെന്നാണ് BJPയുടെ അജണ്ട. ഇപ്പോൾ BJPയുടെ അജണ്ടയിൽ 2026 കുറേ MLAമാരെ കൊണ്ടുവരിക, അത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഒരു 5-10 പേര് ആദ്യം, അതിനുശേഷം അത് 5 കൊല്ലം കൊണ്ട് ആ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടിയത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിർമ്മല സീതാരാമൻ പിണറായിയെ പോയി കണ്ടത്. സാധാരണ ഇതൊരു ഒഫീഷ്യൽ ഡിസ്കഷൻ ആയിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ് രണ്ടുപേരും പത്രക്കാരെ സന്ദർശനം എന്തായിരുന്നു എന്ന് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ഇപ്പം ആകെ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങൾ തോമസ് മാഷ് പറഞ്ഞു. അതല്ലാതെ ആ ഡിസ്കഷൻ്റെ ഔട്ട്കം എന്താ, അത് ഇതുവരെ പുറത്ത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം. മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഒരു കേന്ദ്ര ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയെ വന്ന് കണ്ടത്, പ്രണബ് മുഖർജി. 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിലും അന്നത്തെ പ്രധാനമന്ത്രിയിലും കരുണാകരനുണ്ടായിരുന്ന സ്വാധീനം. നമ്പർ 2, പ്രണബ് മുഖർജിയും കരുണാകരനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പ്രോട്ടോക്കോൾ നോക്കാറില്ല, സൗകര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. പക്ഷെ അന്നത്തെ പ്രണബ് മുഖർജിയുടെ സന്ദർശനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ടാണ് വരുന്നത്. പ്രധാന തീരുമാനങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് തീരുമാനം ഉണ്ടാകും. ഇത് ഉദ്യോഗസ്ഥന്മാരാരുമില്ല. ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ചും ഒരു പ്രോട്ടോക്കോൾ വരാത്ത KV തോമസാണ് അവിടെ പങ്കെടുത്തത്. ഒരു കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഡിസ്കഷനിൽ ഗവർണർക്ക് റോളില്ല. ഇവിടെ ഗവർണർ പങ്കെടുക്കുന്നു. ഈ കൂടിക്കാഴ്ചയുടെ തലേ ദിവസം ഗവർണർ MP-മാർക്ക് നേരിട്ടൊരു ഡിന്നർ കൊടുക്കുന്നു, മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ പുറകിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. PV അൻവർ ആ വിഷയത്തിൽ കൃത്യമായി കഴിഞ്ഞ ദിവസം അധികം പറഞ്ഞിട്ടുണ്ട്, അൻവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞങ്ങൾ ഒരുപാട് ഫൗള് മണക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്നത്. PV അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം LDFൽ നിന്ന് വിട്ടു എന്ന് മാത്രമല്ല, LDFന്റെ ഭരണത്തിന്റെ ശക്തനായ എതിരാളി എന്ന രീതിയിൽ ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു. എന്നാൽ അദ്ദേഹം UDFലേക്ക് എത്തിയിട്ടില്ല. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അൻവർ കോൺഗ്രസിലേക്കോ UDFലേക്കോ അല്ലെങ്കിൽ UDFലേക്കോ അദ്ദേഹം വരികയാണെങ്കിൽ
ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം സന്ദീപ് വാര്യർ വന്നു, സ്വീകരിച്ചല്ലോ. ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ആരുമായും ചർച്ച ചെയ്യാതെ അൻവർ പോയിട്ട് തൃണമൂലിൽ ചേർന്നു. തൃണമൂല് ഇന്ത്യ സഖ്യത്തിലാണെന്നാണ് പേരെങ്കിലും പലപ്പോഴും കോൺഗ്രസിനെ നിലപാടുകൾക്കെതിരാന്ന് മാത്രമല്ല, പലയിടത്തും കോൺഗ്രസ്സുകാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാർട്ടി കൂടിയാണ് തൃണമൂല്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ത്രിപുരയിൽ കോൺഗ്രസ് എന്ന് പറയും MLA ചാടിച്ചു കൊണ്ടുപോയത് തൃണമൂലാണ്. പക്ഷെ അവർക്ക് നിലനിർത്താൻ പറ്റിയില്ല, അവർ BJP കൊണ്ടുപോയി. അതുപോലെ തൃണമൂലും പോയി, കോൺഗ്രസും പോയി, BJPയുടെ കയ്യിലായി ത്രിപുര. ഇപ്പോൾ കേരളത്തിൽ അവരുടെ 2 നേതാക്കന്മാർ വന്നു ഈ അൻവറിൻ്റെ ഫംഗ്ഷനിൽ. ഈ 2 പേരും പ്രസംഗത്തിൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞു, BJPനെ അല്ല. അപ്പം അൻവറിൻ്റെ പാർട്ടി UDF വരുന്നതിനോടാണ് എതിർപ്പ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ദേശീയ നേതൃത്വത്തിൻ്റെ പെർമിഷൻ വേണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം അതാണ്. പക്ഷേ എന്ന് വിചാരിച്ച് അൻവറിനെ ഞങ്ങൾ കൈവിടാനും പോകുന്നില്ല. അതും കൂടെ നോക്കണമല്ലോ. അതിൻ്റെ അതെങ്ങനെ വേണമെന്നുള്ള ചർച്ച നടക്കുക. അപ്പോൾ അതിൽ 2 കാര്യമുള്ളത്. ഒന്ന്, നിലമ്പൂർ ബൈ ഇലക്ഷൻ ചിലപ്പോൾ വേഗം വരാൻ സാധ്യതയുണ്ട്. അൻവറുമായിട്ട് ഡിസ്കസ് ചെയ്യും തീർച്ചയായിട്ടും. സ്വാഭാവികമായിട്ട് UDF തീരുമാനിക്കേണ്ട കാര്യമാണെങ്കിലും അൻവറിൻ്റെ അവിടുത്തെ 8 വർഷത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നേട്ടങ്ങളുണ്ടല്ലോ, അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തിട്ട്. ബാക്കി കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമല്ലോ. പഞ്ചായത്ത് ഇലക്ഷൻ ഒരു കൺക്ലൂഷനിലെത്തും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേപോലെ ലോക്കൽ ബോഡി ഇലക്ഷനിലെല്ലാം കെ മുരളീധരന്റെ റോൾ എന്തായിരിക്കും? അല്ല, ഞാനിപ്പോൾ ഒരു ഇലക്ഷനെ കുറിച്ച് ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും UDFനെ അധികാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ഒരു ഇലക്ഷൻ മത്സരിക്കുന്ന ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സ് ഇതുവരെ പാകപ്പെട്ടിട്ടില്ല. കാരണം കുറേ ഇലക്ഷനിൽ മത്സരിച്ചതാണ്. കഴിഞ്ഞാൽ തൃശ്ശൂർ തിക്താനുഭവം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇലക്ഷനിൽ മത്സരിക്കാൻ സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. പിന്നെ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ്, പാർട്ടി തീരുമാനിച്ചോട്ടെ. അല്ലാതെ ഞാനൊരു അസംബ്ലി കണ്ടിട്ട് മുന്നോട്ട് പോകുന്നില്ല, എൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. അതേസമയത്ത് UDFനെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും അസംബ്ലി ഇലക്ഷൻ ആണെങ്കിലും ഞാൻ പാർട്ടിയോടൊപ്പം ഉണ്ടാവും, മുൻപന്തിയിലും ഉണ്ടാവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നത് ഒരു വലിയ സാധ്യതയായിട്ട് കാണും. തീർച്ചയായിട്ടും 101% UDFനായിരിക്കും അധികാരത്തിൽ വരിക. ദേശീയ രാഷ്ട്രീയത്തിലെ ചർച്ചകൾ, കേരള രാഷ്ട്രീയത്തിലെ പുതിയ വിവാദങ്ങൾ, കേരളീയ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ, വയനാട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ലഹരി മാഫിയ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ എല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായ അഭിപ്രായങ്ങളും പങ്കുവച്ച് കെ മുരളീധരനുമായുള്ള ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു. നന്ദി.